ഇന്നത്തെ തികച്ചൊരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ് കേട്ടോ. കുറേ ദിവസമായി വീട്ടിലേക്കൊന്ന് പോകണമെന്ന് വെച്ചാൽ ഒരുമിച്ച് പോകൽ നടന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ എനിക്ക് ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ മക്കൾക്ക് ക്ലാസ് ഉണ്ടാവും. ഇന്ന് ഏതായാലും സൺഡേ ആയതുകൊണ്ട് എല്ലാം ലീവാക്കി. നല്ല മഴയായിരുന്നില്ല. അങ്ങനെ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു, മക്കളുണ്ട് കൂടെ. നടക്കുന്ന വഴിക്ക് നല്ല വെള്ളാട്ടോ. റോഡൊക്കെ കണ്ടോ, പുഴ പോലെ ഒഴുകുകയാണ്. വീണ്ടും ഞാനും പരിശ്രമത്തിനിറങ്ങി. തണുപ്പുണ്ടിട്ട് കാലിൽ വല്ല പാമ്പൊക്കെ കടിച്ചാലെന്നൊരു പേടിയുണ്ട്. എന്നാലും പാൻ്റൊക്കെ പൊക്കി കയറ്റി ഞങ്ങളിതാ വെള്ളത്തിൽ കൂടെ അക്കരയിലെത്തി കുറച്ച് റോഡിലെത്തി. അവിടെ അപ്പുക്കുട്ടൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഓടിയെത്തി സൈക്കിളിൽ. ഞങ്ങൾ ചെല്ലുന്ന സന്തോഷമാണ്. അടുത്താണെങ്കിൽ ഞങ്ങളങ്ങനെ പോവാറില്ല. ഞങ്ങൾ നടന്ന് ഞാൻ സെൽഫി ആയിട്ട് നടക്കുക. കാരണം ബാക്ക് ക്യാമറ പോയിരിക്കണം. നടന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ എത്ര കഴിച്ചാലും നമുക്കൊരു വിശപ്പ് കൂടും. അമ്മയുടെ കൈ കൊണ്ട് എന്തെങ്കിലും സ്വാദിഷ്ടമായി ഒന്ന് കഴിക്കുക. അപ്പോൾ നോക്കുമ്പോൾ രാവിലത്തെ ഒരു ദോശ ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് ആ ദോശ വേഗം തന്നു. കാരണം അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ അമ്മയുടെ കുഞ്ഞല്ലേ. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വലിയ സന്തതി എത്തി. അവളൊന്ന് തൊട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. അത് കണ്ടപ്പോൾ തന്നെ രണ്ടാമത്തെ അവൾ ഓടി വന്ന് അവൾ പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് സ്റ്റൈലാക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ അവളൊരു പൊട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഫ്രിഡ്ജിനകത്ത് മാവിരിപ്പുണ്ട്, ഇനി ഉണ്ടാക്കി തരാം. അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിരിക്കും, ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ അവരില്ലത് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞാശം കണ്ടോ, കഞ്ഞി കുടിക്കാനാണ്. കഞ്ഞി മതി, അമ്മമ്മ വീട്ടിൽ ചെന്ന വിശപ്പ് കൂടുതലാണ്. അങ്ങനെ മിത്തുട്ടനെല്ലാം റെഡിയായി നിന്നു. ഒരു ദോശ കൊടുത്തു, ഞാൻ ചുട്ടു കൊടുത്തു. അവർ കഴിച്ചു. അവരിന്ന് കഴിച്ചു. അതിനിടയ്ക്ക് രണ്ടാമത്തെ ദോശ ഞാൻ ചൊഴിക്കുകയാണ്. രണ്ടാമത്തെ ചുട്ടുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് കിച്ചാനും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദോശ മതി. സമയം 12 മണിയാട്ടോ. ചോറിൻ്റെ സമയം. ചോറിന് അവിടെ വിഭവം ആവുന്നുണ്ട്. നല്ല കപ്പയും പലവക കറിയും മുതിരയും വാഴത്തണ്ട് തോരനും ചോറും ഒക്കെ റെഡി. വൈകിട്ട് സ്പെഷ്യലാട്ടോ. വൈകിട്ട് ഞങ്ങൾ വേറെ സാധനം ഉണ്ടാക്കുന്നത്. അങ്ങനെ വൈകിട്ടത്തെ സംഭവത്തേക്ക് ഞാൻ കിച്ചണിക്ക് കയറി. ഒന്നുമല്ല, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി വെട്ടുകയാണ്. ബിരിയാണിയാണ് നൈറ്റിൽ ഞങ്ങൾ ഫുഡ് എല്ലാവരും കൂടി കൂടുന്നല്ലേ. ബിരിയാണി എൻ്റെ രണ്ടാമത്തെ ചേച്ചി പ്രിപ്പയർ ചെയ്യും. ആൾ ഭയങ്കര ഫുഡിൻ്റെ ആളാട്ടോ. കാറ്ററിങ്ങിനൊക്കെ പോകുന്ന ആളാണ് പുറത്ത്. അപ്പോൾ ആൾ അതിൻ്റെ കാര്യം നോക്കി എന്നോട് സാലഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉള്ളിയും കുക്കുംബറും ക്യാരറ്റും എല്ലാം അരിഞ്ഞ് അതൊക്കെ റെഡിയാക്കി. കുട്ടികൾ നല്ല കളിയാണ്. പുറത്ത് മഴ കുറച്ചുള്ളൂ, അധികമൊന്നുമില്ല. എന്നാലൊരു സന്തോഷമായിട്ട് എല്ലാവരും കൂടിയും കൂടുമ്പോൾ. ഒത്തിരി നാളായി ഞങ്ങൾ കൂടിയിട്ട്. എന്നൊത്തിരി സങ്കടമുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങൾ അച്ഛന് കൂടെയല്ല. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ശരിക്കും ഞങ്ങളെല്ലാവരും കൂടെ. ആ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ സങ്കടകരമാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ സാന്നിധ്യം ഇല്ലാതെ, എന്നാൽ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടൊരു തോന്നലുണ്ട്. എന്താ പറയുക, മരണം അതൊരു സത്യമല്ലേ. അങ്ങനെ സാലഡിൻ്റെ ഫൈനൽ ഡിസിഷനൊക്കെ എത്തി. അത് ആലോചിക്കുമ്പോൾ സങ്കടം വരും. അതിപ്പോൾ നമുക്കത് വിടാം. അങ്ങനെ ചെല്ലാസൊക്കെ റെഡിയാക്കി. ചെല്ലാസിൻ്റെ രൂപ ഞാൻ കഴിഞ്ഞപ്പോൾ അതിന് ചേച്ചി എന്ത് ചെയ്യും, ബിരിയാണി റെഡിയായി, ഡെക്കറേഷൻ കഴിഞ്ഞ്. നല്ല സ്മെല്ല് ദമ്മ് പൊട്ടിച്ചപ്പോൾ. അങ്ങനെ ചേച്ചി ബിരിയാണിയൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് കുറച്ച് സലാഡ്, ചമ്മന്തിയുടെ തേങ്ങ പൊളിച്ചൊന്ന് തിരുമിയതൊക്കെ ഞാനാണ്. അല്ല, കുറച്ചെൻ്റെ വലിയ ചേച്ചി തിരുമ്മി. ഞങ്ങൾ 5 മക്കളാട്ടോ. 4 പെൺമക്കളും ഒരാണുണ്ട്. ഞങ്ങൾ കുട്ടിയും കൂടി എത്തിയിട്ടുണ്ട്. അവനെത്തി കഴിഞ്ഞപ്പോൾ അവനെല്ലാവരും കൂടി കൂടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ പപ്പടവും വെച്ചു. പപ്പടവും ചമ്മന്തി സാലഡൊക്കെ റെഡിയാക്കി. ഇനി എന്ത് ചെയ്യണം, മക്കൾക്ക് സെർവ് ചെയ്യണം. അവിടെ ഒക്കെ യുദ്ധമാണ്. എൻ്റെ മക്കളും ചേച്ചിയുടെ മക്കളും എല്ലാവരും കൂടി കൂടുമ്പോൾ അറിയാമല്ലോ, ഒരു വലിയൊരു കൂട്ടുകുടുംബം പോലെ ഞങ്ങൾ. അങ്ങനെ മക്കൾക്ക് ഇതാണ്ട് ഫുഡ് റെഡിയാക്കി എല്ലാവരും ആസ്വദിച്ച് കഴിക്കുക. അതാണ് ഞങ്ങളെ കുട്ടിപ്പട്ടാളം. കുട്ടിപ്പട്ടാളത്തിന് നടുക്കൊരു വലിയ പട്ടാളം ഇരിക്കുന്നുണ്ട്. എൻ്റെ 3ാമത്തെ ചേച്ചിയാണ്. അവൾക്ക് വിശന്നിട്ട് അവൾ ഇപ്പോൾ വന്നതാണ്. അവൾ മഞ്ചേരിക്കാരി. അവൾ നേരത്തെ ഞാൻ അവർ കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ട്രിപ്പ് അമ്മ ഞങ്ങൾക്ക് 3 പേർക്കും വിളമ്പി തന്നെ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അന്ന്. ഒത്തിരി കാലത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടി. ഓണം വരുമ്പോൾ കൂടാറുള്ളൂ. ഞങ്ങൾ ഓണത്തിൻ്റെ മുന്നത്തെ ഞങ്ങൾ 5 മക്കളും കൂടി അമ്മയുടെ അടുത്ത് കൂടി. അമ്മയല്ലേ ഉള്ളൂ, പക്ഷെ അച്ഛനും ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു വന്ന് രാത്രി തന്നെ. ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, ബൈ. ലോങ് വീഡിയോ ആയി എന്നറിയാം, എന്നാലും അതൊരു ലോങ് വീഡിയോ